എല്ലാവർക്കും ആലഫ് ഹബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഇടയ്ക്കൊരു ട്രക്കിങ്ങിന് പോയപ്പോഴാണ് വളരെ അപ്രത്യക്ഷമായി ഒരു ചെടി കണ്ടത്. വളരെ ഭംഗിയാണിത് കാണാൻ. ഇതിൻ്റെ ഇലയിലൊക്കെ മുള്ളുണ്ട്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ കായാണ്. ഇതിൻ്റെ കായ കണ്ടാൽ ഒരു ഫുട്ബോൾ പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് തണ്ണിമത്തങ്ങയുടെ ഒരു രൂപവും തോന്നും. അങ്ങനെയാണ് ഞാൻ ഈ ചെടീനെക്കുറിച്ചുള്ള റിസർച്ച് ആരംഭിച്ചത്. ഇതിൻ്റെ പേര് ട്രോപ്പിക്കൽ സോഡ ആപ്പിൾ എന്നാണ്. ശാസ്ത്രീയമായ നാമം സൊലാനം വയോറം എന്നാണ്. 50 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ ജന്മദേശം സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഏഷ്യയുമെല്ലാമാണ്. ഇന്ത്യയിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഹിമാലയൻ ഫുട് ഹിൽസിലും അതുപോലെ തന്നെ നീൽഗിരീസിൻ്റെ താഴ്വരയിലെല്ലാമാണ്. ഇതിൻ്റെ തണ്ടും കായും ഇലയും എല്ലാം തന്നെ വിഷാംശമുള്ളതാണ്. എന്നാൽ പോലും ഇതിൻ്റെ കായ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പലതരം ഇനീഷ്യൽ പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഇതിനെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഹീലിംഗ് പവർ ഓഫ് റെയിൻ ഫോറസ്റ്റ് ഹെർബ്സ് എന്നുള്ളൊരു ബുക്കിൽ ഈ ഒരു ചെടിയെപ്പറ്റി വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ സൊളാസൊഡേനും അതുപോലെ ഗ്ലൈക്കലോയിഡും അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ, ആഡിസൺ ഡിസീസ്, പലതരത്തിലുള്ള വാതരോഗങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഇതിൻ്റെ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും ഇത് ഇപ്പോഴും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കായ ഉണക്കിയതിന് ശേഷമാണ് പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി അയക്കുന്നത്. അതുപോലെ തന്നെ ഈ കായ പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു മഞ്ഞ കളറിലേക്ക് മാറുന്നതാണ്. പല പഠനങ്ങളും തെളിയിക്കുന്നത് ഇതിൽ ധാരാളം നാച്ചുറലായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ക്രോണിക് ആസ്മയ്ക്കും അതുപോലെ സ്കിന്നിലുണ്ടാവുന്ന അസുഖങ്ങൾക്കും ഒബീസിറ്റിക്കും ലുക്കീമിയയ്ക്കും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാർട്സി ഡിസീസിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ധാരാളം മിനറൽസും വൈറ്റമിൻസും ഫ്ലേവനോയിഡ്സും ആൽക്കലോയിഡും ഗ്ലൈക്കോസൈഡും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗതമായ ചികിത്സാ രീതിയിൽ ഇത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.